നമസ്കാരം. ജനനായകൻ അപ്ഡേറ്റ് എവിടെ എന്ന് കുറേ പേർ ചോദിച്ചുകൊണ്ടിരുന്നു. വിജയ് ആരാധകരാണ് പ്രധാനമായും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർ പോലും അത് ചോദിക്കുന്നില്ല. കാരണം വിജയ് ആരാധകരിൽ പലരും വിജയ്ക്ക് കുറച്ച് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാരണം വിജയ് തൃഷ തമ്മിലുള്ള ബന്ധമാണ്. അതിങ്ങനെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിജയ് എന്ത് പറഞ്ഞ് ന്യായീകരിക്കണം പോലും എന്നും അറിയാത്ത വിജയ് ആരാധകരുണ്ട്. പക്ഷേ എന്നാൽ പോലും നമുക്കൊരു ജനനായകൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പറയാനുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആ അപ്ഡേറ്റ് ഇങ്ങനെയാണ്: സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി മാർച്ച് 9 ചിത്രം കാണാൻ തയ്യാറെടുക്കുകയാണ്. യെസ്, റിവൈസിംഗ് കമ്മിറ്റി എപ്പോൾ ഈ സിനിമ കാണും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിർമ്മാതാക്കൾ നമുക്കറിയാം, അവർ ആ ഹർജി തിരിച്ചു വാങ്ങി ആ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന തീരുമാനമെടുത്തതിന് ശേഷമാണ് സെൻസർ ബോർഡ് ഈ സിനിമ കാണാമെന്നുള്ള തീരുമാനമെടുക്കുന്നതും. അത് എന്ന് കാണുമെന്നതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. അതായത് ജാനുവരിയിൽ തുടങ്ങിയ കേസാണ്. ജാനുവരി 5 തുടങ്ങിയ കേസ് എവിടെയൊക്കെ പോയി, ഡിവിഷൻ ബെഞ്ച്, അത് കഴിഞ്ഞ് സുപ്രീം കോടതി, പലരും മറന്നുപോയിട്ടുണ്ടാവും. അതായത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, സിംഗിൾ ബെഞ്ച് PT ആശ സിനിമ റിലീസ് ചെയ്യാമെന്ന് പറയുന്നു. സെൻസർ ബോർഡ് ഉടനെ തന്നെ ഡിവിഷൻ ബെഞ്ചിലേക്ക് ഹർജി ഫയൽ ചെയ്യുന്നു. ഡിവിഷൻ ബെഞ്ച് അന്ന് ഉച്ചയ്ക്ക് കണ്ടിട്ട് പറയുന്നു, സിംഗിൾ ബെഞ്ചിന് ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു. സ്റ്റേ ചെയ്തതിനു ശേഷം റിലീസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്നു. അതിനുശേഷം KVN പ്രൊഡക്ഷൻസ് ഒന്ന് മാപ്പ് പറയുന്നു. ഡിവിഷൻ ബെഞ്ചിൽ ഈ സംഭവം ഡിലേ ആവുന്നത് കണ്ട നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ജനുവരി 20 പറയുന്നു. ഡിവിഷൻ ബെഞ്ചിൽ കേസ് നിൽക്കുകയില്ല, അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറഞ്ഞ് നിർമ്മാതാക്കളെ ഓടിച്ചു വിടുന്നു. അതിനുശേഷം ഡിവിഷൻ ബെഞ്ചിൽ നിന്നും കൃത്യമായ തീരുമാനം 27 വന്നിട്ട് വീണ്ടും ഈ സിനിമ സ്റ്റേ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത്. റിലീസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിന് പിന്നാലെ വീണ്ടും ഹിയറിംഗ് സെഷൻ ഒക്കെ നടത്തി അവസാനം നിർമ്മാതാക്കൾക്ക് മനസ്സിലാവുന്നു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സിനിമ എങ്ങും എത്തില്ല, അതുകൊണ്ട് ഞങ്ങളുടെ ഹർജി പിൻവലിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കൾ അവരുടെ ഹർജി പിൻവലിച്ചു. സെൻസർ ബോർഡ് ഈ സിനിമ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതേ കോപ്പി കൊടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനിച്ചതിന് ശേഷം ഇപ്പോഴിതാ ഒഫീഷ്യലി ഒരു കാര്യം പുറത്തു വരികയാണ്. സെൻസർ ബോർഡിൻ്റെ റിവൈസിംഗ് കമ്മിറ്റി മാർച്ച് 9 ഈ സിനിമ കാണാൻ തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് തീരുമാനം വരുന്നത്. ദ സെൻസർ സർട്ടിഫിക്കറ്റ് ഇസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രൊവൈഡഡ് വിത്തിൻ 2 വീക്സ് എന്നുള്ളതും കൂടി പറയുന്നു. അതായത് മാർച്ച് 9 ഈ സിനിമ കണ്ട റിവൈസിംഗ് കമ്മിറ്റി 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് ത്രൂ മെയിൽ ഓർ ഇൻ ഹാൻഡ് കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് മാർച്ച് 9 കഴിഞ്ഞ് അടുത്ത ആഴ്ച മാർച്ച് 16, അത് കഴിഞ്ഞ് മാർച്ച് 23, ആ ഒരു ഈദ് സമയത്തേക്കൊക്കെ ആകുമ്പോഴേക്കും ഈദ് കഴിഞ്ഞ് മാക്സിമം സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അപ്പോൾ മാർച്ച് അവസാന വാരമായിരിക്കും സെൻസർ സർട്ടിഫിക്കറ്റ് KVN പ്രൊഡക്ഷൻസിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുക എന്നതും കൂടി പറയുന്നുണ്ട്. ഈ സിനിമയുടെ റിലീസ് ഇനി എപ്പോഴായിരിക്കും? സ്വാഭാവികമായിട്ട് നമുക്കതാണല്ലോ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഈ സിനിമയുടെ റിലീസ് ഇനിയും നീളും. ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ടീമുകളൊക്കെ തന്നെ പറഞ്ഞത് ഏപ്രിൽ 30 വരെ ഈ സിനിമയുടെ റിലീസ് ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. അപ്പോൾ അവരങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലുള്ള ഡേറ്റുകളെല്ലാം തന്നെ ബ്ലോക്കാവും. പിന്നെ ഈ യുദ്ധങ്ങൾ നടക്കുന്ന പശ്ചാത്തലം, ഈ ഇറാൻ-ഇസ്രായേൽ യുദ്ധമൊക്കെ നടക്കുന്ന പശ്ചാത്തലത്തിൽ പല സിനിമകളും ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുക. നമ്മൾ കണ്ടതാണ്, ടോക്സിക് ഉൾപ്പെടെ റിലീസ് ഡേറ്റ് മാറ്റി വെച്ച് ജൂൺ 4 ഒരു പുതിയ റിലീസ് ഡേറ്റ് കൊണ്ടുവരുന്നു. GCC കൺട്രീസ് പിന്നെ ദുരന്തറിന് വലിയ ബാധകമൊന്നും അല്ലാത്തതുകൊണ്ട്, കാരണം ദുരന്തർ എന്തായാലും GCC റിലീസ് ചെയ്യില്ലാത്തതുകൊണ്ട് തന്നെ അവർ മാർച്ച് 19 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എന്നാൽ പോലും ഇതുപോലുള്ള GCC കൺട്രീസ് വിജയ്ക്ക് വല്ലാത്ത ഫാൻ ബേസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മറ്റ് രാജ്യങ്ങൾ ആരാധകർ വിജയ് എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ വെച്ച് തന്നെ ഇപ്പോൾ നടത്തിയ ഓഡിയോ ലോഞ്ചിൽ നമ്മൾ കണ്ടതാണ്, ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് തന്നെ അവർ അത് സ്വന്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് ഓരോ രാജ്യങ്ങളിലെയും കളക്ഷൻ ജനനായകന് വലിയ ഇമ്പോർട്ടൻസ് കിട്ടുന്ന ഒരു കാര്യമാണ്. ടോക്സിക്കും ഇതേ നിർമ്മാതാക്കളാണ്, KVN പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ഈ സിനിമ പ്രീ ഇലക്ഷൻ ഉണ്ടാവുമോ റിലീസ്? ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാം. ഈ സിനിമയുടെ റിലീസ് വരണമെങ്കിൽ ഇനിയും നീളും, ഇനിയും വൈകും. കാരണം 2026 തമിഴ്നാട് ഇലക്ഷൻ വിജയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വിജയ് ഇപ്പം നല്ല റഫ് പേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ കഴിഞ്ഞ ദിവസം തൃഷ കൃഷ്ണനുമായിട്ട് വിജയ് ഒരുമിച്ച് നടത്തിയ ആ റിസപ്ഷൻ പരിപാടിയിൽ വിഷ്വൽസ് ഉൾപ്പെടെ പുറത്തു വരുന്നത് വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനിടയിൽ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ തൻ്റെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായിട്ടും തടയും. അതുകൊണ്ട് ആ സമയത്ത് ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ആയിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് നടപടിയാവുന്ന പരിപാടിയല്ല. സോ വിജയ് ചിത്രമായ ജനനായകൻ റിലീസ് വരാൻ പോകുന്നത് ഇലക്ഷന് ശേഷം മാത്രമായിരിക്കും. വിജയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ റിലീസ് ചെയ്യേണ്ടത് ഇലക്ഷന് മുന്നേ ആയിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ചിരുന്ന സമ്മേളനത്തിൽ പോലും ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് DMKയും ADMKയും ശക്തമായിട്ട് വിജയ് വിമർശിച്ചു. രണ്ടുപേരും തമ്മിലുള്ള ടെലിഫോണിക് കോൺവെർസേഷൻ മിമിക്രി ചെയ്താണ് വിജയ് DMKയും ADMKയും പരോക്ഷമായി തന്നെ വിമർശിച്ചത്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്.
അതുകൊണ്ട് വിജയ്ക്ക് ഈ സിനിമ റിലീസ് ചെയ്യേണ്ടിയിരുന്നത് ഇലക്ഷന് മുൻപാണ്. ഇപ്പോൾ അത് നടക്കുന്നില്ല. അത് വിജയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കാരണം ഈ സിനിമയുടെ ആസ്പെക്റ്റിൽ നിന്ന് വേണം തമിഴ്നാട് ജനത വോട്ട് പോലും ചെയ്യാൻ എന്നത് പോലും മൈൻഡ് സെറ്റിൽ കണക്കാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് പൊളിറ്റിക്സ് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് വിജയ് ഈ സിനിമ റിലീസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. പക്ഷേ എന്നാൽ അതൊന്നും കണ്ടില്ല. വിജയ്ക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത്. അപ്പോൾ ഇലക്ഷന് ശേഷം ഈ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോർ ആസ്പെക്ട് വൈ ദിസ് ഫിലിം വാസ് മെയ്ഡ് എന്നതിൻ്റെ ഇല്ലായ്മ ഉണ്ടാകും. പക്ഷേ എന്നാൽ പോലും വിജയ് ആരാധകർക്ക് വിജയ് അവസാനമായിട്ട് സ്ക്രീനിൽ കാണാനുള്ളൊരു സന്തോഷം ആഗ്രഹമൊക്കെ തന്നെയാണ് അത് പ്രതീക്ഷിക്കുന്നത്. അത് നമുക്ക് വേറൊരു കാര്യം. അങ്ങനെ എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാൻ പോകുന്നത്, ഈ സിനിമയുടെ പ്രസക്തി ഇനി എന്താണ്? കാരണം പല വിജയ ആരാധകരും ഈ സിനിമ ഇനി ആ ചൂടൊക്കെ കഴിഞ്ഞ് നമുക്ക് നിന്നാൽ പോലും ഇനി കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ ഉണർന്ന് വരും എന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ജനനായകൻ്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പുറത്തു വരുന്നത് മാർച്ച് 9 റിവൈസിംഗ് കമ്മിറ്റി ഈ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അതൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. കാരണം നാളെ ഇതുവരെ ഏകദേശം ഒരു മാസമായി നമ്മൾ ജനനായകനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് തന്നെ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടോ സെൻസർ ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും അവർ കാണാമെന്നൊരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് വിജയ്ക്കും KVN പ്രൊഡക്ഷൻസ് വലിയ ആശ്വാസം. കാരണം KVN ഇപ്പോൾ തന്നെ കടക്കണിയിൽ നിൽക്കുകയാണ്. ടോക്സിക് വർക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് ജൂണിനേ കഴിയുള്ളൂ. ജൂൺ മാസത്തിൽ എന്തായാലും ടോക്സിക് 4-ാം തീയതി ജൂൺ 4-ന് റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ അവർ ജനനായകൻ ജൂൺ മാസത്തിൽ റിലീസ് ചെയ്യാനേ പോകുന്നില്ല. കാരണം അവരുടെ തന്നെ ഒരു സിനിമ അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും കളിക്കില്ല. സോ അപ്പോൾ അത് കഴിഞ്ഞ് ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ അതിൻ്റെ റണ്ണ് കഴിഞ്ഞിട്ട് ഇനി ഓഗസ്റ്റിലൊക്കെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇനി ഈ വർഷം ഈ ജനനായകൻ ഉണ്ടാകുമോ എന്നതാണ് വളരെ നിർണായകമായ ചോദ്യം. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ലാസ്റ്റ് 5 മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ജനനായകൻ റിലീസ് ചെയ്യുമെന്നൊരു ചോദ്യം നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താവുമെന്നും വിജയുടെ പൊളിറ്റിക്കൽ കരിയർ എങ്ങനെയാവും എന്നൊക്കെ ഒരു ധാരണയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കലങ്ങി തെളിഞ്ഞ് വന്നിട്ടൊക്കെ ആയിരിക്കും ജനനായകൻ്റെ റിലീസ്. എന്തായാലും വിജയ് ആരാധകർ ചിന്തിച്ചതുപോലെ തന്നെയോ വിജയ് ചിന്തിച്ചതുപോലെ തന്നെയോ ഒന്നുമല്ല കാര്യങ്ങൾ മാറിയത്. തമിഴ്നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ കളികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് സിനിമയിലേക്കും മാറി മറിഞ്ഞ് വ്യക്തി ജീവിതത്തിലേക്കും കടന്ന് ഒരു റോളർ കോസ്റ്റർ റൈഡിലൂടെ വിജയ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കൊണ്ടും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന വിജയ്ക്ക് ഇങ്ങനെ ഓരോ നിമിഷവും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു ചെറിയ ആശ്വാസം KVN പ്രൊഡക്ഷൻസിന് പറയാനുള്ളത് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതെന്തായാലും വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി റിലീസ് എന്തായാലും ഓഗസ്റ്റിന് ശേഷമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.